ഇദ്രീസ് ഷാ തൻ്റെ സൂഫികളുടെ കഥകൾ പറയുന്ന പുസ്തകത്തിൽ ഉദ്ധരിച്ച പ്രവാചകർ ഖദറുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. കഥ ഇങ്ങനെയാണ്. തുർക്കിസ്ഥാനിലെ സ്വേച്ഛാധിപതിയായ ഒരു രാജാവ് തൻ്റെ സായാഹ്ന സമയങ്ങളിൽ കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നയാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് കഥ പറഞ്ഞു കൊടുക്കാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഒരു ദർവീഷായിരുന്നു. സൂഫി ദർവേഷിൻ്റെ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം രാജാവ് അദ്ദേഹത്തോട് അദൃശ്യപ്രവാചകരായ ഖദർ നബിയെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടു. ദർവീഷ് പറഞ്ഞു, രഹസ്യങ്ങളുടെ പ്രവാചകനായ ഖദർ പ്രവാചകർ നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹത്തോട് നിങ്ങളുടെ ഉള്ളിൽ അതിശക്തമായ ആഗ്രഹവും ആവശ്യവും ഉദിക്കുമ്പോഴാണ്. അങ്ങനെ എപ്പോഴെങ്കിലും അദ്ദേഹം നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ അദ്ദേഹത്തെ നിങ്ങൾ വിടാതെ പിന്തുടരുക. എങ്കിൽ അദൃശ്യജ്ഞാനങ്ങളുടെ കലവറ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടും. രാജാവ് ചോദിച്ചു, പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ? എല്ലാവർക്കും സാധിക്കും, ദർവീഷ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ രാജാവ് ചിന്തിക്കാൻ തുടങ്ങി, ആരായിരിക്കും എന്നേക്കാൾ പ്രവാചകർ ഖദറിനെ കണ്ടെത്താൻ ഏറ്റവും പ്രാപ്തനും യോഗ്യനുമായ വ്യക്തി? അങ്ങനെയൊരു വ്യക്തിയെ കണ്ടെത്താനായി അദ്ദേഹം ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ആരെങ്കിലും മനുഷ്യരാശിയുടെ മഹാസംരക്ഷകനായ അദൃശ്യ പ്രവാചകർ ഖദറിനെ എൻ്റെ മുമ്പിൽ സന്നിഹിതനാക്കി തന്നാൽ ആ വ്യക്തിയെ ഞാൻ സമ്പന്നനാക്കും. കൊട്ടാരഘോഷകർ ഈ വിളംബരം തെരുവീതികളിലൂടെ വിളിച്ചു പറഞ്ഞു നടന്നു. ഈ സമയം സാധുവും നിർധനനുമായ ബക്തിയാർ എന്ന ഒരു വയോധികൻ ഇത് കേൾക്കാനിടയായി. ഈ വാർത്ത കേട്ടതും അയാളുടെ ഉള്ളിൽ ഒരാശയം ഉദിച്ചു. അയാൾ തൻ്റെ വീട്ടിലേക്ക് വേഗം നടന്നു. ശേഷം തൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ഒരു പദ്ധതിയുണ്ട്. നാം വളരെ പെട്ടെന്ന് തന്നെ സമ്പന്നരാവാൻ പോവുകയാണ്. എന്നാൽ ആ സമ്പത്ത് കൈവന്ന ശേഷം ഒരുപക്ഷെ ഞാൻ മരിച്ചേക്കാം. അതു സാരമില്ല. ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് നിനക്ക് സുരക്ഷിതയായി ജീവിക്കാമല്ലോ. അങ്ങനെ വൃദ്ധനായ ബക്തിയാർ രാജകൊട്ടാരത്തിലേക്ക് യാത്ര തിരിച്ചു. രാജാവിനെ കണ്ട് അദ്ദേഹം പറഞ്ഞു, മഹാരാജൻ, നിങ്ങളെനിക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ നൽകുകയാണെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ പ്രവാചകർ ഖദറിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്താം. രാജാവ് തൻ്റെ ഗംഭീര സ്വരത്തിൽ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്താൽ 1000 അല്ല, അതിൻ്റെ 10 ഇരട്ടി സ്വർണ്ണ നാണയങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാം. പക്ഷേ ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും വധിക്കപ്പെടും. രാജാവിൻ്റെ വാക്കുകളെ നിസ്സാരവൽക്കരിക്കുന്നവർക്ക് ഒരു പാഠമായി ദാ ഈ സ്ഥലത്ത് വച്ച് തന്നെ നിങ്ങളുടെ വധശിക്ഷയും നടപ്പാക്കപ്പെടും. ബക്തിയാർ നിബന്ധനകൾ അംഗീകരിച്ചു. 1000 സ്വർണ്ണ നാണയങ്ങൾ കൈപ്പറ്റി തൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയും തൻ്റെ മരണശേഷം ഭാര്യയുടെ ജീവിതം വഴിമുട്ടാതിരിക്കാൻ പണം തൻ്റെ ഭാര്യയെ ഏൽപ്പിക്കുകയും ചെയ്തു. 40 ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ മരണം ഉറപ്പിച്ച ആ വൃദ്ധൻ പരലോക ജീവിതത്തിനായി കൂടുതൽ തയ്യാറെടുപ്പുകൾ നടത്തി. ഈ 40 ദിവസവും അദ്ദേഹം അത്യാവശ്യ സമയങ്ങളൊഴിച്ച് ബാക്കി സമയം മുഴുവനും ധ്യാനനിരതനായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 40ാമത്തെ ദിവസം അദ്ദേഹം രാജാവിൻ്റെ മുമ്പിലെത്തി. അദ്ദേഹം പറഞ്ഞു, അങ്ങയുടെ ഐശ്വര്യവും പ്രതാപവും മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അങ്ങനോട് ക്ഷമിക്കണം. പണം നൽകിയാൽ പ്രവാചകർ ഖദറിനെ കാണാമെന്ന ചിന്ത നിങ്ങളുടെ അതിമോഹം കാരണമുണ്ടായതാണ്. എന്നാൽ ഖദർ പ്രവാചകർ ഒരിക്കലും ദുരാഗ്രഹങ്ങളും
ദുർമോഹങ്ങളുമുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല. ദേഷ്യം കൊണ്ട് രാജാവിൻ്റെ മുഖം ചുവന്നു. എടോ അധമൻ, നീ നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തി. രാജാവിൻ്റെ ആഗ്രഹങ്ങളെ വെച്ച് തമാശ കളിക്കാൻ നീ ആരെടോ? ബക്തിയാർ പറഞ്ഞു, ഏതൊരാൾക്കും പ്രവാചകർ ഖദറിനെ കാണാമെന്ന് മഹാത്മാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ആ മഹത്വ ദർശനം ലഭിക്കുന്നത് ഉദ്ദേശശുദ്ധിയുള്ളവർക്ക് മാത്രമാണ്. പ്രവാചകർ ഖദറിന് നിങ്ങളുടെ മനസ്സിൽ വലിയ സ്ഥാനവും നിങ്ങൾ അതിന് അർഹനുമായിരുന്നെങ്കിൽ ഈ കാലയളവിൽ തന്നെ അദ്ദേഹം നിങ്ങളുടെ അരികിൽ വരുമായിരുന്നു. പിന്നെ ഈ കാര്യങ്ങളൊക്കെ എൻ്റെയും നിങ്ങളുടെയും ഒന്നും അധികാരപരിധിയിൽപ്പെട്ട കാര്യമല്ലല്ലോ. രാജാവ് പറഞ്ഞു, നീ ഇനി കുറെ വെറുതെ പുലമ്പിയിട്ടൊന്നും കാര്യമില്ല. അതൊന്നും നിന്റെ ആയുസ് വർദ്ധിപ്പിക്കാൻ പോകുന്നില്ല. ഇനി നിന്റെ മരണം എങ്ങനെയാവണമെന്ന് ഇവിടെയുള്ള മന്ത്രിമാരോട് ചർച്ച ചെയ്യേണ്ട ഒരു കീഴ്വഴക്കം മാത്രമേ ബാക്കിയുള്ളൂ. അത് പറഞ്ഞ് രാജാവ് ആദ്യത്തെ മന്ത്രിയോട് ചോദിച്ചു, ഇവനെ എങ്ങനെ വധിക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? മന്ത്രി പറഞ്ഞു, ഇത്തരം ആളുകൾക്ക് ഒരു താക്കീതായി ഇവനെ തിളച്ച എണ്ണയിലിടണം. അങ്ങനെ ഇയാൾ വെന്ത് മരിക്കട്ടെ. മുൻഗണനാക്രമമനുസരിച്ച് രണ്ടാമത്തെ മന്ത്രി പറഞ്ഞു, ഇയാളെ തുണ്ടം തുണ്ടമായി അരിഞ്ഞു കൊല്ലണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശേഷം രാജാവ് മൂന്നാമത്തെ മന്ത്രിയിലേക്ക് നോക്കി. എന്നാൽ ആദ്യ രണ്ടു പേരിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാമത്തെ മന്ത്രി പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഇയാൾക്ക് ആവശ്യമായ സമ്പത്ത് നൽകിക്കൊണ്ട് ഇയാളെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ്. ഇനി മുതൽ അയാൾ തൻ്റെ കുടുംബത്തിന് വേണ്ടി മറ്റൊരാളെയും ചതിക്കാതിരിക്കാൻ അതൊരു കാരണമാവട്ടെ. അങ്ങനെ ഈ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കെ ഒരു മഹാജ്ഞാനിയെപ്പോലെ തോന്നിക്കുന്ന ഒരു വ്യക്തി ആ രാജസദസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹം വരുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ വ്യക്തിയും സംസാരിക്കുന്നത് അയാളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന സ്വഭാവങ്ങളുടെയും സഹജഗുണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. ഇത് കേട്ട് രാജാവ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചത് ആദ്യത്തെ മന്ത്രി യഥാർത്ഥത്തിൽ അയാളൊരു പാചകക്കാരനാണ്. അതുകൊണ്ട് അയാൾ പൊരിക്കുന്നതിനെ പറ്റിയും കരിക്കുന്നതിനെ പറ്റിയും സംസാരിക്കുന്നു. അയാൾ മന്ത്രിയാവാൻ അർഹനല്ല. രണ്ടാമത്തെ മന്ത്രി പ്രകൃത്യ അയാളൊരു ഇറച്ചി വിൽപ്പനക്കാരനാണ്. അതിനാൽ അയാൾ ആ വ്യക്തിയെ തുണ്ടം തുണ്ടമാക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. അയാളും ഒരു മന്ത്രിയാവാൻ അർഹനല്ല. എന്നാൽ മൂന്നാമത്തെ മന്ത്രി രാജതന്ത്രജ്ഞനും ഭരണമികവുമുള്ളവനാണ്. അതുകൊണ്ട് അയാൾ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ കാരണത്തെയും പരിഹാരത്തെയും കുറിച്ച് സംസാരിക്കുന്നു. ഒരൽപ്പസമയത്തെ മൗനത്തിന് ശേഷം ആ ജ്ഞാനിവര്യർ വീണ്ടും തുടർന്നു, എല്ലാവരും രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഖദർ പ്രവാചകൻ ഒരു വ്യക്തിക്ക് ദർശനം നൽകുന്നത് ആ ദർശനത്തിലൂടെ ആ വ്യക്തിക്ക് എത്രത്തോളം ഫലപ്രാപ്തിയും പ്രയോജനവും നേടാനാകും എന്നത് അടിസ്ഥാനപ്പെടുത്തിയാണ്. രണ്ട്, ഖദർ പ്രവാചകൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തെ കാണുവാനുള്ള ആശയും ആവശ്യവും അത്രമേൽ നിങ്ങളുടെ ഉള്ളിൽ ശക്തമായിരിക്കുകയും വേണം. ഇവിടെ ബക്തിയാർ എന്ന സാധുവായ വ്യക്തി, അദ്ദേഹം തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ സൂചനയെന്നോണം ഞാൻ അയാളെ ബാബ എന്ന് വിളിക്കുന്നു. ബക്തിയാർ ബാബയുടെ ഉള്ളിലുള്ള എന്നോടുള്ള ആവശ്യം അതിശക്തമായതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ത്യാഗം ഒരിക്കലും അദ്ദേഹത്തെ നിരാശവാനാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ
രാജസദസ്സിലുള്ളവരെല്ലാം നോക്കി നിൽക്കെ ആ മഹാജ്ഞാനിവര്യർ അപ്രത്യക്ഷനായി. പ്രവാചകൻ ഖിദിർ സൂചിപ്പിച്ച കാര്യങ്ങൾ നടപ്പാക്കുവാനായി ബക്തിയാർ ബാബക്ക് രാജാവ് സ്ഥായിയായ ഒരു ജീവനാംശം നൽകി. മാത്രമല്ല, ആദ്യത്തെ 2 മന്ത്രിമാരെ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുകയും ചെയ്തു. കൃതജ്ഞതയോടെ തനിക്ക് ആദ്യം ലഭിച്ച 1000 സ്വർണ്ണ നാണയങ്ങൾ ബക്തിയാർ ബാബ രാജഖജനാവിലേക്ക് തന്നെ തിരിച്ചു നൽകുകയും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നാണ് കഥ. കഥയുടെ പല ഭാഗത്തും പലതരത്തിലുള്ള ചിന്തകളും പാഠങ്ങളും നമുക്ക് ലഭിക്കുന്നു. അതിയായ ആഗ്രഹവും ആവശ്യവുമാണ് നമ്മുടെ ലക്ഷ്യം പൂവണിയാൻ നമ്മെ സഹായിക്കുന്നത് എന്ന് വളരെ ഹ്രസ്വമായി നമുക്കതിനെ സംഗ്രഹിക്കാം. അല്ലാതെ കിട്ടിയെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ പോട്ടെ എന്ന രൂപത്തിലുള്ള അലക്ഷ്യമായി വിടുന്ന അസ്ത്രങ്ങൾ ഭാഗ്യം കനിയാത്ത കാലത്തോളം ഉന്നം തെറ്റിച്ചുകൊണ്ടേയിരിക്കും. താങ്ക് യു.